ഇന്നലത്തെ ബ്രസീലിന്റെ കളി ശരിക്കും ഞാൻ നെയ്മർ ഇറങ്ങുന്നത് കാണാൻ വേണ്ടി കണ്ടതായിരുന്നു കേട്ടോ. നെയ്മറിന്റെ കളി കാണാനും ഒക്കെ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പക്ഷെ നെയ്മർ എന്തായാലും ഇറങ്ങില്ല. പക്ഷെ ഈ ജപ്പാന്റെ കളി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ വിചാരിച്ചത് ചെറിയ ടീമാണെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്രാവശ്യമാണ് കളി അധികമായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജപ്പാനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കളി കണ്ടപ്പോൾ അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. സംഭവം അവർ തോറ്റെങ്കിലും നല്ല രീതിയിലായിരുന്നു അവരുടെ ആ കളി. പക്ഷേ പലരും ചർച്ച ചെയ്യപ്പെടാത്തൊരു സംഭവമുണ്ട്. അതായത് നമുക്കറിയാം, ഒരു ഗെയിം ആവുമ്പോൾ അതിൽ തോൽവി ഉണ്ടാവും. ഒരു ടീം ജയിക്കും, ഒരു ടീം തോൽക്കും. ബട്ട് സാധാരണ എല്ലാ ടീമും തോറ്റ ഒരു ഇമോഷൻ അല്ലായിരുന്നു. ഞാനായാലും ബ്രസീൽ ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ബ്രസീൽ ജയിച്ചപ്പോൾ പോലും അവിടെ ജപ്പാന് തോറ്റപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി. കാരണം അങ്ങനെ ആയിരുന്നു അവിടെ നടന്നിരുന്ന ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിപ്പോയി. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗെയിം മാത്രമല്ല, അത് ഒരു മിക്സർ ഓഫ് ഇമോഷൻസ് ആണ്. അതായത് ഒരു രാജ്യം, ഒരു ടീം സന്തോഷത്തിന്റെ ആഹ്ലാദത്തിൽ അവിടെ ഇത് കാണിക്കുമ്പോൾ മറ്റൊരു ടീം അവിടെ പൊട്ടിക്കരയുന്ന ആ ഒരു ഇമോഷൻസ്. ബ്രസീൽ ജയിച്ചില്ല സന്തോഷമുണ്ടെന്ന, ഇവര് തോറ്റയിൽ സങ്കടമുണ്ട്. പക്ഷെ നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഒരു ടീം ജയിക്കും, ഒരു ടീം തോൽക്കും. അത് ഫുട്ബോൾ ഫാനായാലും അവിടെ നമ്മൾ ആ ഒരു ടീം മാറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഒരു ഹേർട്ട് ആവുന്ന ഒരു മൊമെന്റ്സ് ആയിരുന്നു ഇന്നലെ അവിടെ ആ ഗ്രൗണ്ടിൽ നടന്നിരുന്നത്. ബട്ട് പറയാതിരിക്കാൻ വയ്യ, ഞാൻ എപ്പോഴും ഒരു റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ഈ കളി കഴിഞ്ഞപ്പോഴും അവരവിടെ വെൽ ക്ലീൻ ആക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അതായത് അവരെ ടീം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് പോയിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ ജപ്പാനോടുള്ള ഒരു റെസ്പെക്റ്റ് അത് ഓൾവേസ് അങ്ങനെ തന്നെയാണ്. ആ ഒരു രാജ്യത്തിൻ്റെ കൾച്ചറാണ് അവരവിടെ കാണിച്ചത്.